ഹലോ ഗൈസ്, വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ്. നമ്മളെ ചാനൽ കുറേ ആയി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് മെസ്സേജസ് നിങ്ങളത് കാണുന്നുണ്ട് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മളെ ചാനലിൽ ഞാൻ പണ്ടത്തെ പോലെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് ഇവിടുത്തെ വിസ അപ്ഡേറ്റിനെ കുറിച്ചായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇവിടെ ഇന്ത്യൻസിന് ഇപ്പം അൺസ്കിൽഡ് വിസ കാറ്റഗറിയിലേക്ക് വിസ കൊടുക്കുന്നുണ്ടോ എന്നാണ് എല്ലാവർക്കും മെയിനായിട്ട് അറിയേണ്ടത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കമൻറ്റ് വരുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാൻ വേണ്ടി പറ്റും, 2025 ജാനുവരി മുതൽ ഹംഗറിയിലെ വിസ റൂൾസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസിന് ഇവിടെ വിസ കിട്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സ്പെഷ്യലി അൺസ്കിൽഡ് വിസ കാറ്റഗറിയാണേ പറയുന്നത്. അപ്പം ഹംഗറിയിൽ ഇപ്പോൾ ഇന്ത്യൻസിന് അൺസ്കിൽഡിലേക്ക് വരുന്ന ആ ഒരു വിസ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ 3 രാജ്യക്കാർക്ക് മാത്രമാണ് വിസ അൺസ്കിൽഡ് വിസ കൊടുക്കുന്നത്. അതിൽ ഫിലിപ്പീൻസ് ഉണ്ട്, ജോർജിയ ഉണ്ട്, അതുപോലെ തന്നെ അർമേനിയ ഉണ്ട്. ഇന്ത്യയിൽ വരുന്ന ആൾക്കാർക്ക് സ്കിൽഡ് കാറ്റഗറിയിലുള്ള വിസയാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയും ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്കിൽഡ് വിസയ്ക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്കോ ആണോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോർമൽ പ്രോസസ്സിംഗ് ടൈം അനുസരിച്ച് നിങ്ങൾക്ക് വിസ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അൺസ്കിൽഡ് വിസക്കാണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനിയൊരു വിസ ഉള്ളത് സീസണൽ വിസയാണ്. ഈ വിസ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഹംഗറിയിൽ 6 മാസം ജോബ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ 6 മാസം കൂടി ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് ടോട്ടൽ നിങ്ങൾക്ക് 1 ഇയർ ഹംഗറിയിൽ ജോബ് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് സീസണൽ വിസ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് വന്നിട്ട് മീൻസ് ഫാമേഴ്സിൻ്റെ ജോബോ അങ്ങനെയുള്ള സീസണായിട്ട് വരുന്ന ജോബ്സ് മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. ഈ വിസയുടെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത് 1 ഇയർ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഹംഗറിയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 രാജ്യക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഇവിടുത്തെ ഗവൺമെൻറ് വിസ കൊടുക്കുന്നത്. ഇനി ഈ വിസയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ നെക്സ്റ്റ് ഇയർ വരാനാണ് ചാൻസ് കാണുന്നത്. അങ്ങനെയാണ് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എന്തെങ്കിലും വിസ ചേഞ്ചസ് വരുവാണെങ്കിൽ നമ്മളുടെ ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് യൂറോപ്യൻ ഡ്രീം. സീ യു സൂൺ. ബൈ.